നമസ്കാരം വിനോദ് സർ. ഈ അമേരിക്കയിലേക്ക് സമ്പത്ത് തിരികെ കൊണ്ടുവരിക, അമേരിക്കയെ വീണ്ടും വലിയ ഉന്നതിയിലെത്തിക്കുക, അമേരിക്ക ഗ്രേറ്റ് വൺസ് അഗൈൻ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ട്രംപ് ഈ വ്യാപാര യുദ്ധവും ഒപ്പം തന്നെ ടാരിഫ് ഉയർത്തലും എല്ലാം മറ്റു രാജ്യങ്ങളോട് നടത്തുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യ സുരക്ഷിതയാണെന്നാണ് അമേരിക്കൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച് പറയുന്നത്. നമുക്ക് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നു ഫിച്ചിന്റെ റിപ്പോർട്ട്? മാത്രമല്ല നമ്മുടെ ഈ സമ്പദ് വ്യവസ്ഥയുടെ തിരിച്ചുവരവിന് എന്തൊക്കെയാണ് നമുക്ക് സഹായകമായത്? സർ എങ്ങനെ നോക്കിക്കാണും? നമസ്കാരം ലക്ഷ്മി. ഇതിനകത്ത് ഈ ഫിച്ച് എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റിംഗ് ഏജൻസിയാണ്. ഇത് ഫിച്ച് മാത്രമല്ല, നമുക്ക് മറ്റതിനെ കുറിച്ച് ഇതിനെപ്പറ്റി പറയാം. അപ്പൊ ഫിച്ച് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം 25, അതായത് ഇപ്പൊ കറണ്ട് സാമ്പത്തിക വർഷം നമ്മുടെ GDP എന്ന് പറയുന്നത് 6.5% ആകുമ്പോഴേക്കും എന്നാണ്. മാത്രമല്ല അവർ ഒരു പ്രൊഡിക്ഷൻ കൂടെ പറയുന്നുണ്ട്, അടുത്ത വർഷം അത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് 6.3 ആകും എന്നുള്ളതാണ്. ഇത് ഫിച്ച് മാത്രമല്ല പറഞ്ഞ. ഈ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഫിച്ച്, എന്താണ് ഇവർ പറയുന്നതിന് ഇത്ര വലിയ റിലവൻസ് എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ലോകത്ത് പ്രധാനമായും 3 ക്രെഡിറ്റ് ഏജൻസികളാണുള്ളത്, ക്രെഡിറ്റ് ഏജൻസീസ്. ഇപ്പൊ നമ്മളിപ്പോ എന്തുകൊണ്ടാണ് ബാങ്കിൽ നിന്ന് കടമെടുത്താൽ തിരിച്ചടയ്ക്കുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഒരു പേയ്മെന്റ് എടുത്തിട്ട് തിരിച്ചടഞ്ഞ് അടവ് മുടങ്ങിയാൽ, ഒരു ചെക്ക് ബൗൺസ് ചെയ്താൽ നമ്മുടെയൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് സിബിൽ റേറ്റിംഗ് പോകും എന്ന് പറയും അല്ലെ? സിബിൽ റേറ്റിംഗ് പോകും. ഈ സിബിൽ റേറ്റിംഗ് പോയാൽ എന്ത് സംഭവിക്കും? സിബിൽ റേറ്റിംഗ് പോയാൽ അടുത്ത പ്രാവശ്യം ലോൺ ചോദിച്ചാൽ തരൂല. ഒരു ലെവലിന് താഴെയാണെങ്കിൽ ലോൺ ചോദിച്ചാൽ കിട്ടത്തില്ല, ക്രെഡിറ്റ് കാർഡ് കിട്ടൂല. അഥവാ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. കാര്യം നിങ്ങൾ തിരിച്ചടയ്ക്കുന്നത് പിഴവ് വരുത്തുന്ന ഒരാളാണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇതാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളമുള്ള, നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള സിബിൽ സ്കോർ. ഇന്ന് സിബിൽ സ്കോർ അത് വന്നതിന് ശേഷം എന്ത് പറ്റി? എല്ലാവരും മര്യാദയ്ക്ക് ചെക്ക് ബൗൺസ് ചെയ്യാതെ നോക്കും, കൃത്യമായി പേയ്മെന്റ് നടത്തും, ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ് അടയ്ക്കും, ബാങ്ക് ലോൺ അടയ്ക്കും, വണ്ടിയുടെ ലോൺ അടയ്ക്കും. എന്ത് അടച്ചില്ലെങ്കിലും പ്രശ്നമാണ്, അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഒരു ലോൺ കിട്ടൂല. ഇതുപോലെ ലോകത്തെ സർക്കാർ ഏജൻസികളെ, അതായത് സർക്കാരുകളെയും സാമ്പത്തിക വ്യവസ്ഥതയും വലിയ കോർപ്പറേറ്റ്സുകളെയും റേറ്റ് ചെയ്യുന്ന ഇന്റർനാഷണൽ ഏജൻസിയാണ് ഈ ഫിച്ച്. വേറെ 2 കൂടെ ഉണ്ട്, ആ പേര് കുറച്ചും കൂടെ ഒരുപക്ഷെ നമുക്ക് പരിചയമായിരിക്കും. മൂഡീസ് റേറ്റിംഗ് എന്ന് പറയും, S&P ഗ്ലോബൽ റേറ്റിംഗ് എന്ന് പറയും. ഇത് 3 ഏറ്റവും പ്രധാനപ്പെട്ട റേറ്റിംഗ്. അതിനകത്ത് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ത്യയെ പറ്റിയൊക്കെ സമീപിക്കുന്ന ഒരു ഏജൻസിയാണ് ഫിച്ച്. അതുകൊണ്ടാണ് ഇപ്പോ ഫിച്ച് പറഞ്ഞത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ GDP ഈ വർഷത്തതും അടുത്ത വർഷത്തതും വളരെ ഗുണകരമായി പോവും, വലിയ വ്യത്യാസങ്ങളൊന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് നടക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളോ സാമ്പത്തിക യുദ്ധങ്ങളോ അല്ലെങ്കിൽ അമേരിക്കയുടെ താരിഫ് വാറുകളൊന്നും ഇന്ത്യയെ വലുതായിട്ട് ബാധിക്കാൻ സാധ്യതയില്ലെന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതേ കാര്യം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞതുപോലത്തെ മൂഡീസ് ആയാലും ശരി, SP ഗ്ലോബൽ റേറ്റിംഗ്സ് ആയാലും ഇന്ത്യയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അല്ലെ, SP ഗ്ലോബൽ റേറ്റിംഗ് കുറച്ചും കൂടെ ബെറ്റർ റേറ്റിംഗ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പം ഫിച്ച് നമുക്ക് 6.5 തരുമ്പോ ഈ SP ഗ്ലോബൽ 6.5 ആണ്. അവർ അടുത്ത വർഷത്തെ പ്രൊജക്ഷൻ ഇവര് ഒരു 0.2% കുറയ്ക്കുമ്പോൾ അവര് 0.3% കൂട്ടുകയാണ്. ഇത് തന്നെയാണ് മൂഡീസും ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞത്, ഇതിന്റെ റിലവൻസ് എന്താണ്? നമുക്ക് ഇന്ത്യക്ക് ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ, വിദേശത്തുനിന്ന് എവിടുന്നെങ്കിലും ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ, ആ ലോൺ നമുക്ക് തരുന്ന രാജ്യങ്ങളായാലും ശരി ഏജൻസികളായാലും ശരി ആദ്യം നോക്കുന്ന ഈ 3 ഫിച്ചിന്റെ ആയാലും മൂഡീസിന്റെ ആയാലും SP-യുടെ റേറ്റിംഗ് എന്താണ്? നമ്മുടെ സിബിൽ റേറ്റിംഗ്, ഇന്ത്യയുടെ സിബിൽ റേറ്റിംഗിന് സമാനമായ സംഭവമാണിത്. നമ്മുടെ ഇപ്പോൾ റേറ്റ് ചെയ്തിരിക്കുന്ന BBB, അതായത് മോഡറേറ്റ് റിസ്ക്. അത് വലിയൊരു കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാണ്, മോഡറേറ്റ് റിസ്ക് ആയിട്ടാണ്. അപ്പൊ ഇതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് GDP. മാത്രമല്ല അവരൊരു കമന്ററി പോലെ പറയും ഇന്ത്യ എന്തുകൊണ്ട് ഇന്ത്യയെ ബാധിക്കുന്നില്ലെന്ന്. അതിൽ അവർ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ്? ഒന്ന്, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ GDP-യുടെ ഓൾമോസ്റ്റ് 64% നമ്മുടെ തന്നെ ഉപഭോഗം കൊണ്ടാണ്. അതായത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഉപഭോഗം കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ GDP-യുടെ 64% വരുന്നത്. ഇതൊരു വലിയ വലിയ പ്രസക്തമായ കാര്യമാണ്. ഇനി നമ്മുടെ ഒരു എക്സ്പോർട്ട് എന്ന് പറയുന്ന ഏകദേശം ഒരു സർവീസ് മേഖലകളിലാണ് ഒരു 20% മാത്രമാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമോ അമേരിക്ക നമ്മളെ താരിഫ് കൂട്ടി എന്നൊന്നും പറഞ്ഞാൽ
ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ വലുതായിട്ടൊന്നും ബാധിക്കുന്നില്ലെന്ന് ഇത് പറയാനുള്ള പ്രധാനമായ കാരണം അതാണ്. ഇനി നമ്മൾ നോക്കാം, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സ്പോർട്ട്, അതായത് നമ്മുടെ കയറ്റുമതിയുടെ ഒരു കോമ്പോസിഷൻ നോക്കാം. നമ്മുടെ ഒരു നമ്മുടെ മാനുഫാക്ചർഡ് ഗുഡ്സ് എന്ന് പറയുന്നത് ഏകദേശം 70% ആണ്. ഫ്യൂവൽ ആൻഡ് മൈനിങ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് 14%. അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഒരു 14%. ഇനി നമ്മൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്? അമേരിക്കയിലോട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട്. അത് 17% മാത്രമാണ്, 17.7%. നമ്മുടെ മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണ്, മൊത്തത്തിലെ രാജ്യങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ അമേരിക്കയിലോട്ട് വെറും 17% അല്ലെങ്കിൽ 18% ഉള്ളൂ. UAE ആണ് വേറൊരെണ്ണം, 17.4%. ചൈനയിലേക്കോട്ടും നമ്മൾ കയറ്റിയിട്ടുണ്ട് 8.2%. എന്താണ് ഇതിന്റെ പ്രസക്തി? നമ്മുടെ എക്സ്പോർട്ട് ആയിരുന്നു നമ്മുടെ വരുമാനത്തിന്റെ മെയിൻ സംഭവങ്ങൾ മുഴുവൻ എക്സ്പോർട്ടിൽ നിന്നാണ്. ഉദാഹരണത്തിന് ജർമ്മനി, മറ്റൊന്ന് ചൈന. ഇവരുടെയൊക്കെ ഏറ്റവും വലിയ എക്സ്പോർട്ട് എന്ന് പറയുന്നത്, വരുമാനം എന്ന് പറയുന്നത് എക്സ്പോർട്ട് വഴിയാണ്. ആ രാജ്യത്തുണ്ടാക്കി വിദേശത്തോട്ട് കയറ്റി വയ്ക്കുന്ന സാധനങ്ങൾ വഴിയാണ്. അപ്പൊ എന്ത് പറ്റും? ആ എക്സ്പോർട്ടിൽ എന്ത് പ്രശ്നം വന്നാലും അവരുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജർമ്മനിയും ചൈനയുമാണ് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ. നേരെ മറിച്ച് നമ്മുടേത് വളരെ കുറവായതുകൊണ്ടും നമ്മുടെ ഇന്റേണൽ കൺസംഷൻ ആയതുകൊണ്ടും നമുക്കത് വലിയ പ്രശ്നമില്ല. മാത്രമല്ല, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു രാജ്യത്തിന് മാത്രമല്ല ആശ്രയിച്ച് നിൽക്കുന്നത്. ഇപ്പൊ ചൈനയുടെ എക്സ്പോർട്ടിന്റെ മെയിൻ സംഭവം അമേരിക്കയിലോട്ടാണ്. അതുകൊണ്ട് അമേരിക്ക പ്രശ്നം ഉണ്ടാക്കിയാൽ ചൈനയ്ക്ക് പ്രശ്നം വരും. നേരെ മറിച്ച് ഇന്ത്യ ഓൾറെഡി തന്നെ പല 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 രാജ്യങ്ങളോടാണ് എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരാളുമായിട്ട് കച്ചവടം നടത്തുമ്പോൾ എല്ലാ സാധനങ്ങളും ഒരാളിൽ നിന്നോ, ഇത് മുമ്പുള്ള എപ്പിസോഡുകളുടെ കണ്ടിന്യൂഷൻ ആണല്ലോ, ഒരാളിൽ നിന്നാണ് നമുക്ക് വേണ്ട സാധനങ്ങളും വാങ്ങുന്നതെങ്കിൽ അത് അപകടമാണ്. നമ്മൾ വിൽക്കുന്നതെല്ലാം 1-2 പേർക്കാണെങ്കിലും അപകടമാണ്. കാരണം അവൻ മേടിക്കാതിരുന്നാൽ നമുക്ക് പ്രശ്നം വരും. ഇവിടെയാണ് ഇന്ത്യയുടെ ഒരു വലിയ ഗുണം. ഒന്ന്, നമ്മൾ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന സർവീസ് ആയാലും ശരി, പ്രോഡക്ട്സ് ആയാലും ശരി, മാനുഫാക്ചറിങ് ആയാലും നമ്മുടെ 64% നമ്മുടെ രാജ്യത്ത് തന്നെയാണ് ചെലവഴിക്കപ്പെടുന്നത്. അടുത്തത്, അഥവാ നമ്മൾ എക്സ്പോർട്ട് ചെയ്താൽ തന്നെ പല 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 രാജ്യങ്ങളിലേക്കാണ് അത് എക്സ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ഇപ്പം ഈ അമേരിക്ക ആയാലും ശരി, യൂറോപ്പ് ആയാലും ഒരു ചെറിയ വലിയേട്ടം നയം കാണിച്ചു തുടങ്ങിയതോടുകൂടി ഇന്ത്യ ഗൾഫ് കൺട്രീസുമായിട്ട്, GCC കൺട്രീസുമായിട്ട്, ഏഷ്യൻ കൺട്രീസ്, ഏസിയാൻ എന്ന് പറയും, നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട്, അതുപോലെ തന്നെ ആഫ്രിക്കയിലോട്ടൊക്കെ നമ്മുടെ എക്സ്പോർട്ട് വ്യാപിപ്പിച്ചു. അതായത് നമ്മൾ ഒരു സ്ഥലത്തോട്ടല്ല നമ്മുടെ കോൺസെൻട്രേഷൻ. അതുകൊണ്ട് തന്നെ ഒരു രാജ്യം പെട്ടെന്നൊരു പോളിസി മാറ്റിയാലെന്നോ അത്ര പെട്ടെന്നൊന്നും നമ്മൾക്ക് പ്രശ്നം വരില്ല. രണ്ട്, എന്താണ് നമ്മുടെ GDP-യുടെ പ്രധാന ഒരു ഇതെന്ന് ഇപ്രാവശ്യത്തെ നമ്മുടെ ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പറയും, അതായത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, ഗവൺമെന്റ് സ്പെൻഡിങ്, ഇതാണ് നമ്മുടെ GDP-യുടെ ഒരു മേജർ ഫാക്ടർ. അതിനകത്ത് എന്താണ് ഈ GDP എന്ന് പറഞ്ഞാൽ? റോഡുകൾ നിർമ്മിക്കുക, റെയിൽവേ ഗതാഗതം വിപുലീകരിക്കുക, ഡിഫൻസിന് വേണ്ടി മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന, ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന സങ്കല്പം കൊണ്ടുവരിക എന്നൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ GDP-ക്ക് അങ്ങനെ എളുപ്പത്തിലൊന്നും തട്ടുകേട് സംഭവിക്കത്തില്ല എന്നാണ് ഈ മൂഡീസിന്റെ അല്ലെങ്കിൽ ഈ ഫിച്ച് പറയുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ പ്രൈവറ്റ് കൺസംഷൻ എന്ന് പറയും, പ്രൈവറ്റ് കൺസംഷൻ, നമ്മുടെ രാജ്യത്തിന്റെ പ്രൈവറ്റ് കൺസംഷൻ 64%. അതായത് നമ്മുടെ ജനങ്ങൾ തന്നെ, അതിനകത്ത് തന്നെ 8.7% ആണ് ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കൊണ്ട് GDP-യിലുള്ള കോൺട്രിബ്യൂഷൻ. നമ്മുടെ സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ സർവീസ് സെക്ടറിനകത്ത് IT ആയിക്കോട്ടെ, ഫിനാൻസ് സെക്ടർ ആയിക്കോട്ടെ, റീറ്റെയിൽ സെയിൽസ് ആയിക്കോട്ടെ, ഇതെല്ലാം ചേർന്ന് 54% GDP. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ ബാലൻസ്ഡ് ആണ്. ഇത് പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഒരാൾ അമേരിക്ക തുമ്മിയാല് അല്ലെങ്കിൽ ഗൾഫിൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ നമുക്ക് പ്രശ്നമാണ്. ഇന്ന് നമ്മുടെ സാമ്പത്തിക സ്ഥിതി കഴിഞ്ഞ 10 വർഷം, അതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുമ്പും പറഞ്ഞിട്ടുണ്ട്, നരസിംഹറാവുവിന്റെ സമയത്ത് തുടങ്ങിയതാണെങ്കിൽ പോലും ഇതങ്ങോട്ട് ശരിക്കും വന്നിരിക്കുന്നത്, ഇന്ത്യൻ സാമ്പത്തിക സ്ഥിതിക്ക് ശരിക്കും ബലം വന്നിരിക്കുന്നത് മോദിയുടെ 10 വർഷത്തെ സമയത്തുള്ള ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടാണ്. മാത്രമല്ല, ധാരാളം ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. അതായത് നമ്മുടെ ലോക്കൽ സ്പെൻഡിങ്ങിന് വേണ്ടി, അതായത് ഇവിടെ സ്പെൻഡിങ്, അതായത് അതിനകത്ത് നമ്മൾ പറയും 2 സെക്ടറുകളാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന് അർബൻ കൺസംഷൻ എന്ന് പറയും,
രണ്ട് റൂറൽ കൺസംഷൻ. ഒന്ന് നഗരങ്ങളിൽ വസിക്കുന്ന ജനങ്ങളുടെ കൺസംഷനും റൂറൽ അതായത് ഗ്രാമങ്ങളിൽ വസിക്കുന്ന ജനങ്ങളുടെ കൺസംഷൻ. പലപ്പോഴും എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ പലപ്പോഴും പല രാജ്യങ്ങളിലും ഈ അർബൻ കൺസംഷൻ കൂടും, റൂറൽ കൺസംഷൻ അതായത് സാധാരണ ജനങ്ങൾക്ക് ഈ റൂറൽ കൺസംഷൻ കൂടാൻ എന്താണ് റൂറൽ ഏരിയയിലും പിന്നെ വ്യവസായങ്ങൾ വരണം. അതൊന്ന്. രണ്ട്, പ്രധാനമായിട്ടും അഗ്രികൾച്ചർ അതായത് കൃഷി. ഈ കൃഷി വഴിയാണ് അവർക്ക് കാശ് കിട്ടുക, റൂറൽ കൺസംഷൻ. അപ്പൊ നല്ല കൃഷിക്ക് പറ്റിയ അവസ്ഥ ഇതെല്ലാം നമ്മുടെ ഇപ്രാവശ്യത്തെ ബജറ്റിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ അടുത്ത ഒരു 10 വർഷത്തേക്ക് ഇന്ത്യൻ എക്കണോമിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നത്. മാത്രമല്ല PLI എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന് പറഞ്ഞ ഇത് കൊണ്ടുവന്ന് അതായത് മേക്ക് ഇൻ ഇന്ത്യ വന്നപ്പോൾ ഇവര് ആദ്യം 10 എണ്ണം വന്നു, പിന്നെ 2-3 ആഡ് ചെയ്ത്. എന്താണ് ഇന്ത്യക്ക് ഏറ്റവും പ്രസക്തമെന്ന് തോന്നുന്നത്? അതായത് ഇന്ത്യക്ക് എക്സ്പോർട്ട് ആയിക്കോട്ടെ, ഇന്ത്യൻ കൺസംഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നതായിക്കോട്ടെ, ഇന്ത്യ ഇമ്പോർട്ട് പറഞ്ഞാൽ നമ്മൾ വരുത്തുന്ന സാധനങ്ങൾ, ഇവയിലൊക്കെയുള്ള പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി ഈ ആത്മനിർഭർ ഭാരത് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ കോൺസെപ്റ്റ് തുടങ്ങിയപ്പോൾ ചില സെക്ടറുകളെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന PLI സ്കീം, ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ സ്ഥിതിയെ വലുതായിട്ട് സഹായിച്ചാണ്. എന്താ ഒരു പർട്ടിക്കുലർ സാധനം നമുക്ക് രാജ്യത്തിന് ഒന്നുകിൽ നമുക്കത് എക്സ്പോർട്ട് ചെയ്താൽ ഗുണമുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പോർട്ട് വളരെ കൂടുതലായതുകൊണ്ട് ഇതിന്റെ ഇമ്പോർട്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നല്ല ക്വാളിറ്റി സാധനം ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ വന്നപ്പോ അങ്ങനെ ഓരോരോ പ്രോഡക്ട്സിനെ ഐഡന്റിഫൈ ചെയ്ത് PLI പ്രോഡക്റ്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ്, അവൻ എത്ര ഉണ്ടാക്കുമോ, ഞാനാണ് അത് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ എത്ര ഉണ്ടാക്കുമോ അതനുസരിച്ച് ഗവൺമെന്റ് എനിക്ക് ഇൻസെന്റീവ് തരും. അതായത് ഞാൻ കൂടുതൽ മെച്ചപ്പെട്ട ഗുണമുള്ള പ്രോഡക്ട്സുകൾ ഉണ്ടാക്കാൻ എന്റെ സർക്കാർ പ്രേരിപ്പിക്കുന്ന പരിപാടിയാണ് PLI സ്കീം. ഇതും വളരെ ഗുണകരമായിട്ടുള്ള. പിന്നെ നമ്മുടെ തന്ത്രങ്ങൾ, നമ്മള് ഈ ഒരു രാജ്യത്തുമായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഒരു രാജ്യവുമായിട്ട് മാത്രം ഒരു വിധേയത്വവും കാണിക്കാറില്ല. അതായത് പണ്ട് നമ്മുടെ ചേരിചേരാ നയം എന്ന് പറഞ്ഞ് നെഹ്റു തുടങ്ങി ഗുണമില്ലാതെ പോയൊരു സാധനം സാമ്പത്തിക കാര്യത്തിലും ട്രേഡിന്റെ കാര്യത്തിൽ അതായത് വ്യാപാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ കൃത്യമായ ചേരിചേരാ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നമ്മളെ എളുപ്പത്തിൽ ഈ വരാലിനെ പോലാണ് പിടികിട്ടൂല, പിടുത്തം കിട്ടത്തില്ല. ഈ പിടിക്കാൻ നമ്മൾ കഴുത്ത് കാണിച്ചു കൊടുത്താലാണ് പ്രശ്നം. അതൊരു ബേസിക് തന്ത്രമാണ്. നമ്മൾ കഴുത്ത് കൊണ്ട് വെച്ച് നമ്മൾ പറയുന്നില്ലേ പണ്ട് മലയാളത്തിൽ കഴുത്ത് കൊണ്ട് അവന്റെ കഷത്ത് തല കൊണ്ട് വെച്ചു കൊടുത്തെന്ന് പറയും, അവൻ ഇറുക്കാൻ പറ്റും. അപ്പൊ അതുപോലെ നമ്മൾ ഈ തല കൊണ്ട്, അതിനിപ്പോ വ്യാപാരത്തിൽ കൂടിയായാലും ശരി, യുദ്ധോപകരണങ്ങൾ മേടിക്കുന്നതിലായാലും ശരി, ഇങ്ങനെ കൊണ്ട് തല വെച്ചു കൊടുത്താൽ പ്രശ്നമാണ്. അപ്പൊ ഈ തന്ത്രം കൃത്യമായിട്ട് അറിയുന്നവരാണ് ഇപ്പൊ ഭരിക്കുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്നവരെ ഉപദേശിക്കുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. മാത്രമല്ല ഇതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതും പലപ്പോഴും നമ്മുടെ ആളുകൾ കുറ്റം പറഞ്ഞ് ശ്രദ്ധിക്കാതെ പോയതും ഇപ്രാവശ്യത്തെ ബജറ്റില് ഇങ്ങനെ അടിസ്ഥാന വികസനം, ഇങ്ങനത്തെ PLI നമ്മുടെ ഇവിടുന്ന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സെക്ടറുകളിൽ, പ്രസക്തമായ സെക്ടറുകളിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആ സ്ഥലത്ത് ഗുണമുണ്ടാകുന്ന ചില സ്കീമുകൾ. മാത്രമല്ല റൂറൽ കൺസംഷൻ, ഈ അർബൻ കൺസംഷനോടൊപ്പം തന്നെ റൂറൽ കൺസംഷൻ അതായത് നമ്മുടെ ഗ്രാമങ്ങളിലെ താമസിക്കുന്ന ആളുകളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നത്. ഒരു രാജ്യത്തെ ഉപഭോഗം വർദ്ധിച്ചാൽ മാത്രമേ, അതായത് ഞാൻ കാശ് സ്പെൻഡ് ചെയ്താൽ മാത്രമേ സർക്കാരിന് വരുമാനം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഞാനിത് ഒന്നുകിൽ എനിക്ക് സ്പെൻഡ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഞാനുള്ള കാശ് ചെലവാക്കാതിരുന്നത്. നമുക്കറിയാം നമ്മുടെ ടാക്സുകളല്ലേ എപ്പോഴാണ് ഒരാളിൽ നിന്ന് ഒരു സാധനം വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോഴാണല്ലോ ടാക്സ് വരിക. അപ്പം ഈ കൺസംഷൻ വർദ്ധിക്കുന്നതാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഏറ്റവും പ്രധാനം. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഇത് മനസ്സിലാക്കിയിട്ടും കൃത്യമായി പഠിച്ചിട്ടുമാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഫിച്ച് പോലുള്ള, മൂഡി പോലുള്ള, അല്ലെങ്കിൽ S&P പോലുള്ള ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസികൾ ഇന്ത്യക്ക് ഒട്ടും മോശമല്ലാത്ത ഒരു ക്രെഡിറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. ഈ നമുക്ക് 6.4 എന്നൊക്കെ പറഞ്ഞ ഈ ലോകത്തെ ഇന്ന് ഏറ്റവും ബെസ്റ്റ് റേറ്റിങ്ങുകളാണ്. അത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇതിനേക്കാളും അല്ലെന്നല്ല. പണ്ട് ചൈന 6, 7 എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ നമ്മൾ ഞെട്ടിയിരുന്നു, എന്നിങ്ങനെയാകും. ഇന്ന് നമ്മൾ അങ്ങനെയാണ്. മാത്രമല്ല ഈ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഇന്ത്യയുടെ ഈ GDP ഇങ്ങനെ തന്നെ നിലനിൽക്കും അവർ പറയുന്നത്. നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരും, ഇന്ത്യയിലെ ആളുകൾ കൊണ്ട് വിശ്വാസ്യത, ഇന്ത്യയുടെ സാമ്പത്തിക വിശ്വാസ്യത
ഇത് സാമ്പത്തിക വിശ്വാസ്യതമാണെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഡിഫൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. അഴിമതിയില്ലാത്ത ഭരണം വേണം, പിന്നെ കോൺസെപ്റ്റുകൾ റെഡി ആയിരിക്കണം. അങ്ങനെയാണ് ഈ ഒരു റേറ്റിംഗിനെ നാം കാണേണ്ടത്. ഇത് വളരെ പ്രസക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.